ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് PSCക്ക് വേണ്ടി ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് പഠിക്കാൻ പോവുകയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? കുറേ വർഷങ്ങളും പേരുകളും കാണാതെ പഠിക്കും അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഇതൊരു അടിപൊളി സിനിമയുടെ കഥ പോലെയാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം സ്ക്രീനിൽ ഓരോ ചോദ്യങ്ങൾ കാണിക്കും. ആ ചോദ്യങ്ങളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയൊരു കഥയുണ്ട്. ആ കഥയാണ് ഞാൻ വ്ലോഗിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ കഥയും പഠിക്കാം, പരീക്ഷയ്ക്കുള്ള മാർക്കും നേടാം. റെഡിയല്ലേ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാ ചോദ്യം സ്ക്രീനിൽ കണ്ടല്ലോ. ആരായിരിക്കും ആ ആദ്യ രക്തസാക്ഷി? നമുക്ക് ഇതിൻ്റെ പിന്നിലെ ആ ചോര തിളയ്ക്കുന്ന കഥയിലേക്ക് പോകാം. വർഷം 1857. ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ ഇന്ത്യൻ സൈനികർക്ക് പുതിയൊരു തോക്ക് നൽകി, എൻഫീൽഡ് റൈഫിൾ. ഈ തോക്കിൽ ഉപയോഗിക്കുന്ന തരികൾ പല്ലുകൊണ്ട് കടിച്ചു മുറിച്ചു വേണമായിരുന്നു തോക്കിൽ നിറയ്ക്കാൻ. എന്നാൽ ഈ തരികൾ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത പരന്നു. ഇത് ഹിന്ദു മുസ്ലിം സൈനികരുടെ മതവിശ്വാസത്തെ മുറിവേൽപ്പിച്ചു. ഇവിടെയാണ് നമ്മുടെ കഥയിലെ ആദ്യ നായകൻ വരുന്നത്, മംഗൽ പാണ്ഡെ. ബംഗാളിലെ ബാഗ്പൂർ സൈനിക ക്യാമ്പിലെ ബ്രാഹ്മണനായ സൈനികനായിരുന്നു അദ്ദേഹം. കൊഴുപ്പ് പുരട്ടിയ തോട്ട ഉപയോഗിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു എന്ന് മാത്രമല്ല, 1857 മാർച്ച് 29 അദ്ദേഹം തൻ്റെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ബാഗിനെ വെടിവെച്ചു കൊന്നു. ഇതാണ് വിപ്ലവത്തിൻ്റെ ആദ്യ തീപ്പൊരി. ഇതിനെ തുടർന്ന് 1857 ഏപ്രിൽ 8 മംഗൽ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായി മംഗൽ പാണ്ഡെ മാറി. അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായല്ലോ. ഓപ്ഷൻ ബി, മംഗൽ പാണ്ഡെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മംഗൽ പാണ്ഡെയുടെ സംഭവം ബാഗ്പൂരിലാണ് നടന്നത്. പക്ഷേ PSC ചോദിക്കുന്നത് വിപ്ലവം ഔദ്യോഗികമായി എവിടെയാണ് തുടങ്ങിയത് എന്നാണ്. പലർക്കും ഇത് മാറിപ്പോകാറുണ്ട്. നമുക്ക് ആ കഥ നോക്കാം. മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയ വാർത്ത അറിഞ്ഞതോടെ ഇന്ത്യൻ സൈനികരുടെ ഉള്ളിൽ ദേഷ്യമിരട്ടിച്ചു. അങ്ങനെ 1857 മെയ് 10 മീററ്റിലെ സൈനികർ പരസ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം പ്രഖ്യാപിച്ചു. അവർ ജയിലുകൾ തകർത്തു, തങ്ങളുടെ കൂട്ടുകാരെ മോചിപ്പിച്ചു, കണ്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയെല്ലാം വധിച്ചു. അവിടെയും അവർ നിർത്തിയില്ല. അന്ന് രാത്രി തന്നെ അവരെല്ലാവരും കൂടി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. ഡൽഹിയിലെത്തി അവിടുത്തെ കോട്ടയിൽ ഉണ്ടായിരുന്ന മുഗൾ രാജാവ് ബഹദൂർ ഷാ രണ്ടാമനെ ചെന്ന് കണ്ട് പറഞ്ഞു, അങ്ങാണ് ഇനി ഞങ്ങളുടെ നേതാവ്, ഇന്ത്യയുടെ ചക്രവർത്തി. പാവം ബഹദൂർ ഷാ ഒരു വൃദ്ധനായിരുന്നു. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഡൽഹിയിൽ സൈന്യത്തെ ശരിക്കും നയിച്ചത് അദ്ദേഹത്തിന്റെ ജനറലായ ബഖ്ത് ഖാൻ ആയിരുന്നു. അപ്പം വിപ്ലവം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻ സി, മീററ്റ്. തീയതി മറക്കരുത്, മെയ് 10. ഇനി ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ ഈ വിപ്ലവം എങ്ങനെയാണ് പടർന്നത് എന്ന് കാണിക്കുന്ന മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മീററ്റിലും ഡൽഹിയിലും തുടങ്ങിയ ഈ വിപ്ലവം കാട്ടുതീ പോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് പടർന്നു. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ഒരു ധീര വനിതയായിരുന്നു, ബീഗം ഹസ്രത്ത് മഹൽ. അവരെ അവധിയിലെ പ്രാവ് എന്നും വിളിക്കാറുണ്ട്. ഇത് ഓർത്തുവെക്കാൻ ഒരു ട്രിക്കുണ്ട്. ലക്കുള്ള ആളുകൾ എപ്പോഴും മഹലിൽ ആയിരിക്കും ജീവിക്കുക. എങ്ങനെയുണ്ട് കോഡ്? അപ്പം നമ്മുടെ ലക്നൌവിലെ നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ബീഗം ഹസ്രത്ത് മഹൽ. ഇതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കളെയും നമുക്ക് പെട്ടെന്ന് നോക്കാം. കാൺപൂർ. അവിടെ നയിച്ചത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ഇത് ഓർക്കാൻ നമ്മുടെ നാന കാതുകുത്താൻ പോയപ്പോൾ തലയിൽ ഒരു തൊപ്പി വെച്ചിരുന്നു. അടുത്തത് ബീഹാർ. അവിടുത്തെ നേതാവ് കാൻവർ സിംഗ് ആയിരുന്നു. 80-ാം വയസ്സിലും ബ്രിട്ടീഷുകാരോട് സിംഹത്തെ പോലെ പോരാടിയ ആളാണ് അദ്ദേഹം. ഓർക്കാൻ ബീഹാറിലെ സിംഹമാണ് കാൻവർ സിംഗ്. അടുത്തത് ഝാൻസി. ഇതെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം റാണി ലക്ഷ്മിബായി. ചോദ്യം കണ്ടല്ലോ, വിപ്ലവകാരികൾ ഇത്രയും ശക്തമായി പോരാടിയിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയത്? ഈ ബ്രിട്ടീഷ് ജനറൽമാർ എങ്ങനെയാണ് വിപ്ലവം അടിച്ചമർത്തിയത്? നമ്മുടെ ഇന്ത്യൻ സൈനികർ ജീവൻ കൊടുത്ത് പോരാടിയെങ്കിലും അവർക്കൊരു കൃത്യമായ പ്ലാനിംഗ് ഇല്ലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നല്ല ആയുധങ്ങളും ക്രൂരന്മാരായ ജനറൽമാരും ഉണ്ടായിരുന്നു. അവർ ഓരോ കേന്ദ്രങ്ങളിലും ചോരപ്പുഴ ഒഴുക്കി തിരിച്ചുപിടിച്ചു. ഡൽഹി പിടിച്ചടക്കിയത് ജോൺ നിക്കോൾസൺ ആയിരുന്നു.
അവർ ബഹദൂർ ഷായെ തടവുകാരനാക്കി റഗൂണിലേക്ക് നാടുകടത്തി. കാൺപൂരും ലക്നൌവും അടിച്ചമർത്തിയത് കോളിൻ കാമ്പിൽ ആയിരുന്നു. എന്നാൽ ഏറ്റവും വലിയ പോരാട്ടം നടന്നത് ഝാൻസിയിലായിരുന്നു. തന്റെ ദത്തുപുത്രന് രാജ്യാവകാശം നിഷേധിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ റാണി ലക്ഷ്മിബായ് കുതിരപ്പുറത്തേറി വാളെടുത്തു പോരാടി. ഒടുവിൽ യുദ്ധക്കളത്തിൽ അവർ വീരമൃത്യു വരിച്ചു. ഝാൻസിയിലെ വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറലായിരുന്നു ഹഗ്രോസ്. റാണിയുടെ ആ ധീരത കണ്ട് ശത്രുവായ ഹഗ്രോസ് പോലും പറഞ്ഞു, ഈ വിപ്ലവകാരിയുടെ കൂട്ടത്തിലെ ഒരേ ഒരു ആൺകുട്ടി ഈ റാണിയാണ്. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി, ഹഗ്രോസ് ആണ്. ഈ വിപ്ലവം പരാജയപ്പെട്ടെങ്കിലും ഇതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചതും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിന് കീഴിലായതും. നമ്മൾ നേരത്തെ പറഞ്ഞ 4 ചോദ്യങ്ങളിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട കഥയാണ് കണ്ടത്. എന്നാൽ ഈ വിപ്ലവം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതാണോ? അല്ല. ഇതിന്റെ പിന്നിൽ ലണ്ടനിൽ ഇരുന്ന് പ്ലാൻ ചെയ്ത 2 ബുദ്ധി കേന്ദ്രങ്ങളുണ്ട്. ആരാണവർ? നമുക്ക് ആ കഥ നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പല രാജാക്കന്മാരുടെയും അധികാരം പിടിച്ചെടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ വിപ്ലവം എങ്ങനെ നടത്തണം എന്ന് പ്ലാൻ ചെയ്യാൻ നാനാ സാഹിബിന്റെ നയതന്ത്രജ്ഞനായ അസീമുള്ള ഖാനും സത്താറയിലെ രാജാവിന്റെ പ്രതിനിധിയായ രംഗോ ബാപ്പുജിയും ലണ്ടനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഇവരാണ് ഈ വലിയ വിപ്ലവത്തിന്റെ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോ ഉത്തരം മനസ്സിലായല്ലോ. ഓപ്ഷൻ ബി, അസീമുള്ള ഖാനും രാംഗോ ബാപ്പുജിയും. ഇനി നമുക്ക് ഈ വിപ്ലവത്തിന്റെ രഹസ്യ ചിഹ്നങ്ങൾ എന്തായിരുന്നു എന്ന് കാണിക്കുന്ന അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അന്ന് ഇന്നത്തെ പോലെ വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നുമില്ലല്ലോ. വിപ്ലവം വരുന്നുണ്ട് എന്ന് പരസ്പരം അറിയാൻ അപ്പോൾ സൈനികരും ജനങ്ങളും രഹസ്യമായി ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ചു. അതെന്തൊക്കെയാണെന്നറിയാമോ? ബ്രിട്ടീഷുകാർ അറിയാതെ ഗ്രാമങ്ങൾ തോറും വിപ്ലവത്തിന്റെ സന്ദേശം എത്തിക്കാൻ അവർ തിരഞ്ഞെടുത്തത് 2 സാധനങ്ങളാണ്: ചപ്പാത്തിയും ചുവന്ന താമരയും. ഒരു ഗ്രാമത്തിലെ തലവൻ അടുത്ത ഗ്രാമത്തിലേക്ക് ചപ്പാത്തികൾ കൈമാറും. പട്ടാള ക്യാമ്പുകളിൽ ചുവന്ന താമരകൾ കൈമാറി. ഇത് കാണുമ്പോൾ അടുത്തൊരു വലിയ മാറ്റം വരുന്നുണ്ട് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുമായിരുന്നു. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി, താമരയും ചപ്പാത്തിയും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പോലും ഇതിൽ പങ്കാളികളായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം ബീഹാറിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ ഒരു കോഡ് പറഞ്ഞിരുന്നു, ബീഹാറിലെ സിംഹം എന്ന്. പ്രായം വെറുമൊരു നമ്പറാണെന്ന് തെളിയിച്ച ആ 80 വയസ്സുകാരൻ ആരാണെന്ന് നോക്കാം. ബീഹാറിലെ ഒരു വലിയ ജമീന്ദാർ ആയിരുന്നു കൻവർ സിംഗ്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ ഭൂമിയെല്ലാം പിടിച്ചെടുത്തു. വിപ്ലവം തുടങ്ങിയപ്പോൾ തന്റെ 80-ാം വയസ്സിലും അദ്ദേഹം വാളെടുത്തു പോരാടാൻ ഇറങ്ങി. യുദ്ധത്തിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബ്രിട്ടീഷ് വെടിയുണ്ടയേറ്റു. ആ വിഷം ശരീരമാകെ പടരാതിരിക്കാൻ അദ്ദേഹം സ്വന്തം വാളുകൊണ്ട് തന്റെ കൈ മുറിച്ച് ഗംഗാ നദിയിൽ ഒഴുക്കിയെന്നാണ് കഥ. അത്രയും ധീരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ബീഹാറിന്റെ സിംഹം എന്ന് വിളിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി, കൻവർ സിംഗ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ അവർ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊടുക്കാൻ അക്കാലത്ത് 50,000 രൂപ വിലയിട്ട ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആരാണത്? അദ്ദേഹമാണ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിലെ നേതാവാണ് മൗലവി അഹമ്മദുള്ള. അദ്ദേഹം ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട് 10,000-കണക്കിന് ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. ഒടുവിൽ ഒരു ചതിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വധിച്ചത്. ഉത്തരം ഓപ്ഷൻ എ, മൗലവി അഹമ്മദുള്ള. ബ്രിട്ടീഷുകാർക്ക് ഇദ്ദേഹം എത്ര വലിയ തലവേദനയായിരുന്നു എന്ന് ആ തലയ്ക്ക് വെച്ച വിലയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അടുത്തത് വിപ്ലവത്തിന്റെ യഥാർത്ഥ പേരിനെ കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ ഇതിനെ വെറുമൊരു സിപ്പോയി ലഹള, അതായത് പട്ടാളക്കാർ മാത്രം നടത്തിയ ഒരു ചെറിയ ലഹളയായിട്ടാണ് ചിത്രീകരിച്ചത്. എന്നാൽ ഇതൊരു വലിയ സ്വാതന്ത്ര്യ സമരമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ഇന്ത്യൻ നേതാവുണ്ട്. ആരാണത്? അദ്ദേഹമാണ് വിനായക് ദാമോദർ സവർക്കർ. 1909 അദ്ദേഹം എഴുതിയ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന പുസ്തകത്തിലൂടെയാണ് ഇതിനെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ പുസ്തകം ബ്രിട്ടീഷുകാർ അക്കാലത്ത് നിരോധിക്കുക വരെ ചെയ്തു. ഉത്തരം ഓപ്ഷൻ എ,
വി.ഡി. സവർക്കർ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത്. അടുത്തതായി ഈ സമയത്ത് ബ്രിട്ടനിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ഇന്ത്യയിൽ വിപ്ലവം നടക്കുമ്പോൾ ലണ്ടനിൽ ഇരിക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആകെ പേടിച്ചുപോയി. ഈ ചോരക്കളി നടക്കുമ്പോൾ ആരായിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി? അന്ന് ബ്രിട്ടൻ ഭരിച്ചിരുന്നത് പാമേഴ്സ്റ്റൺ പ്രഭു ആയിരുന്നു. ഇന്ത്യയിലെ വിപ്ലവത്തിന്റെ വാർത്തകൾ കേട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ആകെ അടിയന്തരാവസ്ഥയിലായി. ഈ വിപ്ലവത്തിന് ശേഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയെ നേരിട്ട് രാജ്ഞിയുടെ കീഴിലാക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, പാമേഴ്സ്റ്റൺ പ്രഭു. ഇത് പലരും പഠിക്കാൻ വിട്ടുപോകുന്ന ഒരു ചോദ്യമാണ്. നോട്ട് ചെയ്തു വെക്കണേ. അടുത്തത് താന്തിയ തോപ്പിയുടെ കഥയാണ്. PSCക്ക് വേഷപ്രച്ഛന്നരായ നേതാക്കളുടെ യഥാർത്ഥ പേര് ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ രാമചന്ദ്ര പാണ്ഡുരംഗ ആരാണെന്ന് അറിയാമോ? നമ്മുടെ ഒരു പഴയ കോഡിലെ ആളാണ്. അതാണ് നമ്മുടെ താന്തിയ തോപ്പി. കാൺപൂരിൽ നാനാ സാഹിബിന്റെ പ്രധാന ജനറൽ ആയിരുന്നു അദ്ദേഹം. ഒളിയുദ്ധത്തിൽ അതിവിദഗ്ധനായിരുന്ന താന്തിയ തോപ്പി ബ്രിട്ടീഷുകാരെ കാടുകളിലും മലകളിലും ഇട്ട് അദ്ദേഹം ഒരുപാട് വെള്ളം കുടിപ്പിച്ചു. ഒടുവിൽ മാൻസിംഗ് എന്ന സ്വന്തം സുഹൃത്ത് ചതിച്ചതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞത്. 1859 അദ്ദേഹത്തെ തൂക്കിലേറ്റി. ഇതോടെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായും അവസാനിച്ചത് എന്ന് പറയാം. ഉത്തരം ഓപ്ഷൻ എ, താന്തിയ തോപ്പി. ഈ പേര് മറക്കരുത്. അടുത്ത ചോദ്യം തെക്കേ ഇന്ത്യയെക്കുറിച്ചാണ്. ഈ വിപ്ലവം ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഒരു വലിയ ഭാഗം ഇതിൽ പങ്കെടുത്തില്ല. അതെവിടെയാണെന്ന് നോക്കാം. 1857 വിപ്ലവം പ്രധാനമായും ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലുമാണ് ശക്തമായിരുന്നത്. ദക്ഷിണ ഇന്ത്യ, പ്രത്യേകിച്ച് മദ്രാസ് പ്രവിശ്യയും നമ്മുടെ കേരളവുമൊന്നും ഈ വിപ്ലവത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല. അതുപോലെ പഞ്ചാബും ബംഗാളിന്റെ ഭൂരിഭാഗവും ഇതിൽ നിന്ന് മാറി നിന്നു. ഇതാണ് വിപ്ലവം പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഉത്തരം ഓപ്ഷൻ ബി, ദക്ഷിണ ഇന്ത്യ. ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണിത്. അടുത്തത് വിപ്ലവത്തിന്റെ ഫലത്തെക്കുറിച്ചാണ്. യുദ്ധമെല്ലാം കഴിഞ്ഞു. ബ്രിട്ടീഷുകാർ വിപ്ലവം അടിച്ചമർത്തി. പക്ഷേ അവർക്ക് മനസ്സിലായി, ഇനി ഈ കമ്പനി ഭരണം തുടർന്നാൽ ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് നല്ല അടി വീണ്ടും കിട്ടുമെന്ന്. അങ്ങനെ ബ്രിട്ടനിലെ രാജ്ഞി ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അതാണ് 1858 നവംബർ 1 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. അലഹബാദിൽ വെച്ച് നമ്മുടെ കാനിങ് പ്രഭുവാണ് ഈ വിളംബരം വായിച്ചത്. ഇതിലൂടെ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കി. ഇന്ത്യയുടെ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഇതിൽ ഉറപ്പു നൽകിയിരുന്നു. ഉത്തരം ഓപ്ഷൻ എ, വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. വർഷം മറക്കരുത്, 1858 നവംബർ 1. ഇനി നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയെ നൂറ്റാണ്ടുകളായി ഭരിച്ച മുഗൾ രാജവംശത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ആ ദുരന്ത നായകൻ ആരാണ്? അതാണ് ബഹദൂർ ഷാ രണ്ടാമൻ. വിപ്ലവകാരികൾ അദ്ദേഹത്തെ ചക്രവർത്തിയാക്കിയെങ്കിലും ബ്രിട്ടീഷുകാർ ഡൽഹി പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളെ അദ്ദേഹത്തിന്റെ കൺമുന്നിലിട്ട് വെടിവെച്ചു കൊന്നു. അദ്ദേഹത്തെ ഇന്നത്തെ മ്യാൻമറിലെ റെഗൂണിലേക്ക് നാടുകടത്തി. അവിടെ ഒരു ചെറിയ ജയിലിൽ കിടന്ന് 1862 അദ്ദേഹം മരണപ്പെട്ടു. തന്റെ സ്വന്തം മാതൃരാജ്യത്തിൽ നിന്ന് 2 ഗജം മണ്ണുപോലും അടക്കം ചെയ്യാൻ ഭാഗ്യമില്ലാതെ പോയവനാണ് ഞാൻ എന്ന് അദ്ദേഹം ജയിലിൽ വെച്ച് കവിത എഴുതിയിരുന്നു. അതോടെ ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചു. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളാകെ 14 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ പിന്നിലെ കംപ്ലീറ്റ് ചരിത്രവും ഒരു കഥ പോലെ കണ്ടുകഴിഞ്ഞു. വിപ്ലവത്തിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെയുള്ള ഈ ലോങ് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും PSC പരീക്ഷകളിൽ വലിയൊരു ഹെൽപ്പായിരിക്കും. ഇതിൽ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായി ഉത്തരം നൽകാൻ കഴിഞ്ഞു എന്ന് താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള വലിയ ടോപ്പിക്കുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.